പൈസ ഉണ്ടോ ഓ രാജാവാണ്, ഇല്ല ഓനക്ക് പട്ടിയുടെ വില പോലും ഉണ്ടാവില്ല. നമുക്കൊരു പ്രയാസം വന്നാൽ അറിയാം നമ്മളെ താങ്ങുന്നത് ആരാണ്, നമുക്കിട്ട് താങ്ങുന്നത് ആരൊക്കെയാണെന്ന്. ഞാൻ വെറുതെ പറയണതല്ല. പൈസ ഇല്ലാത്തവന് കുടുംബത്തിൽ പോലും ഒറ്റപ്പെട്ടവനാണ്. കളിയാക്കലുകളും പരിഹാസങ്ങളും ആടോ ഓനെ കൊണ്ട് എന്തിനാ പറ്റുക? ഓൻ്റെ പായ്യാരം കേൾക്കുമ്പോൾ ഓനെ കാണ്ടു കൊടുക്കാൻ തോന്നുന്നു. ഒരു കാലത്ത് ഓൻ ആരായിരുന്നു? കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടവനാണ്. കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടാണ് ഈ പാവത്തിനൊന്നും നീക്കിയിരിപ്പില്ലാതായത്. എന്നിട്ട് ഓൻ്റെത് തിന്നിട്ട് പല്ലിൻ്റെ ഉള്ളിൽ കുത്തിയിട്ട് പറയാം ഓനെ കൊണ്ട് എന്തിനാ പറ്റുക, ഓണ്ട നയിച്ച് ഓൻ്റെ അടുത്ത് എപ്പോഴാണ് കായ് ഉണ്ടായിക്കണ്. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കുടുംബത്തിൽ. ഈ കറിവേപ്പിലയുടെ സ്ഥാനം അലങ്കരിക്കുന്ന ചില പ്രവാസികളുണ്ട്. ഒരു കാലത്ത് അവൻ ഗുണവും മണവും ഉള്ളവനായിരുന്നു. പിന്നെ അവനക്ക് പ്രാരാബ്ദങ്ങൾ കൂടി, ഒരു പക്ഷേ ജോലി നഷ്ടപ്പെട്ടു. ഈ സമയത്തൊക്കെ തള്ളിപ്പറച്ചിലും കുറ്റം പറച്ചിലും സ്വന്തം കുടുംബത്തിൽ നിന്നാണ്. എങ്ങനെ കഴിയുന്നതൊക്കെ അല്ലേ? എനിക്ക് വരുന്ന ഒരുപാട് മെസ്സേജുകൾ ഇതുപോലത്തെ മെസ്സേജുകളാണ്. സത്യം പറഞ്ഞാൽ കണ്ണിന്ന് കണ്ണുനീര് വന്നു പോകും. കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് വീടുണ്ടാക്കി അനിയന്മാരെയും പെങ്ങന്മാരെയൊക്കെ കല്യാണം കഴിച്ചിട്ട് അവർക്കൊക്കെ നല്ല വിദ്യാഭ്യാസം കൊടുത്തിട്ട് ഓൻ പറയാണ് വീടുണ്ടാക്കിയത് ഇവന്. എന്നിട്ട് പറയാണ് എന്ത് അറിയോ, വീടിൻ്റെ അവകാശം കാട്ടുക. എന്തൊരു മനസ്സാലേ! അങ്ങനെ കുറേ പെങ്ങന്മാരുണ്ട്, മനുഷ്യത്വം മരവിച്ചു പോയവർ. അല്ലാഹു തആല കാത്തുരക്ഷിക്കുക. എടോ, സ്നേഹബന്ധത്തിന് നമുക്ക് വിലയില്ലാതായി. പിന്നെ നമുക്കിട്ട് താങ്ങാൻ നടക്കുക പോലും, നമ്മളെ താങ്ങാൻ പോലെ കാണൂല. അപ്പൊ പരമാവധി എൻ്റെ മാണിക്കക്കല്ലുകളോട് പറയാണ്, കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ സേവ് ചെയ്ത് വെച്ചോളി, ഉപകാരപ്പെടും. ഇല്ലെങ്കിൽ നമ്മളെന്താ അറിയോ, സ്വന്തം മക്കൾക്കിടയിൽ ഒറ്റപ്പെട്ടു പോകും. സ്വന്തം കുടുംബത്തിൻ്റെ ഇടയിൽ ഒറ്റപ്പെട്ടു പോകും. പണ്ടൊരു പ്രവാസിയായ കാക്കനോട് പറഞ്ഞതാണ്, മക്കളൊക്കെ പണ്ട് ഉപ്പച്ചിനെ കാണാൻ പൂതിയാവണമെന്ന് പറയായിരുന്നു എന്ന്. ഇപ്പോൾ ഉപ്പച്ചിനെ കണ്ണിൻ്റെ മുന്നിൽ കണ്ടുപോകരുതെന്ന് പറയേണ്ട അവസ്ഥയാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നമ്മളായി ജീവിക്കുക, നമുക്ക് വേണ്ടി ജീവിക്കുക. കുറച്ചൊക്കെ വെറും കുടുംബത്തിന് എന്ന് വിചാരിച്ചിട്ട് എന്താ, കുടുംബത്തിനെ നമ്മൾ പോറ്റണം, അത് നമ്മളെ കടമയാണ്, ബാധ്യതയാണ്. പക്ഷെ നമ്മുടെ ശരീരം നോക്കാൻ അള്ളാഹു ആദ്യം പറഞ്ഞത് ഓ അംഫുസക്കും, നിങ്ങളെ ശരീരങ്ങൾ നോക്കുക, വാ അഹ്ലീക്കും, എന്നിട്ട് നിങ്ങളെ കുടുംബത്തിൻ്റെ. അത് നരകത്തെ തൊട്ട് സംരക്ഷിക്കുന്നവർക്ക് പറഞ്ഞതാണെങ്കിലും നമ്മളെ സേഫാക്കണം ആദ്യം. എന്നിട്ട് നമ്മളെ കുടുംബത്തിനെ നോക്കണം. അതിൻ്റെ അർത്ഥം കുടുംബം നോക്കണ്ടെന്നല്ല, ഞാൻ എൻ്റെ വീഡിയോയിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല കുടുംബം നോക്കണ്ടെന്ന്. നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റി വെക്കണം. ഇന്ന് സ്വന്തം മക്കളെപ്പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. അങ്ങനെയുടെ അനുഭവങ്ങൾ എത്രയാണ്. ഇത് കേൾക്കുമ്പോൾ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, ഇതൊരു നിത്യ സംഭവമാണിത്.